1800കളും 1900കളും അതിനു മുൻപും ജാതീയതയും തൊട്ടുകൂടായ്മയും തീണ്ടലുമൊക്കെ നിറഞ്ഞു നിന്നിരുന്ന കാലം കേരള ചരിത്രത്തിലെ ഒരു കറുത്ത ഏടാണ്. മേൽ കീഴ് ജാതി എന്ന വേർതിരിവ് വാണിരുന്ന കാലത്ത് വസൂരി വന്നാൽ ദൈവകോപമാണെന്ന് കരുതി പായിൽ ചുറ്റി കിണറ്റിലും കാട്ടിലും തള്ളിയിരുന്ന ഈ കേരള മണ്ണിൽ തുറക്കപ്പെട്ട ആതുരാലയമായ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ മികച്ച രീതിയിൽ ആതുര ശുശ്രൂഷ ലഭിക്കണമെന്ന കാഴ്ചപ്പാടിൽ അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീമൂലം തിരുനാൾ രാമവർമ്മ അതിനായി സമീപിച്ചത് തന്റെ സുഹൃത്തായ കൊല്ലം ബിഷപ്പ് അലോഷ്യസ് മരിയ ബെൻസിംഗറിനെയായിരുന്നു. ജാതി മതഭേദമന്യേ അയിത്തവും തൊടലും തീണ്ടലും ഇല്ലാതെ എല്ലാ മനുഷ്യരെയും മനുഷ്യരായി കണ്ട് അവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് ശുശ്രൂഷിക്കുന്നവരെ തേടി അഭിമന്യ പിതാവ് കടന്നു ചെന്നത് സ്വദേശമായ സ്വിറ്റ്സർലൻഡിൽ തന്നെയായിരുന്നു. സ്വിറ്റ്സർലൻഡിലെ മെൻസിംഗൻ എന്ന സ്ഥലത്ത് 1844 ഫാദർ തിയോഡോഷ്യസ് ഫ്ലോറന്റിനി എന്ന കപ്പുച്ചിൻ വൈദികനാൽ തുടക്കം കുറിക്കപ്പെട്ട ഹോളി ക്രോസ് സന്യാസ സമൂഹത്തിന്റെ മദർ ജനറലായിരുന്ന മദർ പൗള ബക്കിനോട് 1906 ബിഷപ്പ് അലോഷ്യസ് മരിയ ബെൻസിംഗർ കത്ത് മുഖേന അടിയന്തരമായി നഴ്സുമാരായ 12 കന്യാസ്ത്രീകളെ മിഷണറിമാരായി വിട്ടുതരണമെന്ന് എഴുതി. തുടർന്ന് ബിഷപ്പ് അലോഷ്യസ് മരിയ ബെൻസിംഗർ തന്റെ സഹോദരൻ ഓസ്റ്റിനോടൊപ്പം ഹോളി ക്രോസ് സഭയുടെ ആസ്ഥാനത്തെത്തി മദർ ജനറലുമായി ചർച്ച നടത്തി. അന്ന് വെറും നഴ്സുമാരെയല്ല, മറിച്ച് നഴ്സിംഗ് പഠിപ്പിച്ചു നൽകാൻ കഴിവുള്ളവരെയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അങ്ങനെ 1906 നവംബർ 4 ഒരു വലിയ ദൗത്യത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് 5 ഹോളി ക്രോസ് കന്യാസ്ത്രീകൾ കപ്പലിലും ട്രെയിനിലുമായി ദേശാന്തരങ്ങൾ പിന്നിട്ട് 21 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം കൊല്ലത്ത് എത്തിച്ചേർന്നു. മദർ പൗള ബക്കിന്റെ നേതൃത്വത്തിൽ ലയോണി, സിസേറിയ, സലോമി, റീന എന്നിവരായിരുന്നു ആ 5 പേർ. കൊല്ലത്ത് നിന്ന് ഒരു പകലും രാത്രിയും യാത്ര ചെയ്ത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെത്തി അവർ സേവനം ചെയ്യാൻ തുടങ്ങി. പതിയെ അവിടെ ഒരു നഴ്സിംഗ് സ്കൂളിന് തുടക്കവും കുറിച്ചു. കേരളത്തിലെ നഴ്സിംഗ് പഠനത്തിന് അങ്ങനെ തുടക്കം കുറിക്കപ്പെട്ടു. പിന്നീട് അവർ കൊല്ലത്തെ ആശുപത്രിയിലും തുടർന്ന് 1907, 1910, 1912ലും 1921ലും മറ്റ് 29 കന്യാസ്ത്രീകൾ കൂടി സ്വിറ്റ്സർലൻഡിൽ നിന്നും കേരളത്തിൽ എത്തിച്ചേർന്നു. ആലപ്പുഴയിലും മാവേലിക്കരയിലും തിരുവല്ലയിലും നാഗർകോവിലും നൂർനാട്ടെ കുഷ്ഠരോഗ ആശുപത്രിയിലും ഈ വിദേശ കന്യാസ്ത്രീകൾ സേവന നിരതരായി. തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയുടെ ഉള്ളിൽ നഴ്സിംഗ് ക്വാർട്ടേഴ്സും കന്യാസ്ത്രീകൾക്ക് പ്രാർത്ഥിക്കാൻ ഒരു ചാപ്പലും മഹാരാജാവ് ആ സന്യാസ സമൂഹത്തിന് അനുവദിച്ചു. സ്വദേശീയരായ യുവതികളെ മികച്ച രീതിയിൽ നഴ്സിംഗ് പഠിപ്പിക്കാൻ സ്വിസ് കന്യാസ്ത്രീകൾ കഠിന പ്രയത്നം നടത്തി. ഇന്നും തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സേവന നിരതരായി ഓടി നടക്കുന്ന ഹോളി ക്രോസ് സിസ്റ്റേഴ്സിനെ കാണാനാവും. കൊട്ടിയത്തെ ഹോളി ക്രോസ് ആശുപത്രിയും നഴ്സിംഗ് സ്കൂളും കൊല്ലത്തിന് അവർ നൽകിയ മികച്ച സംഭാവനകളാണ്. ഓരോ നഴ്സസ് ദിനത്തിലും കേരളത്തിന്റെ നഴ്സിംഗ് ചരിത്രത്തിൽ സ്മരിക്കപ്പെടേണ്ട മഹനീയ വ്യക്തിത്വങ്ങളാണ് ദേവദാസനായ ആർച്ച് ബിഷപ്പ് അലോഷ്യസ് മരിയ ബെൻസിംഗറും സ്വിസ് മണ്ണിൽ നിന്നും കേരളക്കരയിൽ വന്നു ചേർന്ന 5 ഹോളി ക്രോസ് കന്യാസ്ത്രീകളും. അതെ, ഇവർ കേരളത്തിന്റെ നഴ്സിംഗ് ചരിത്രത്തിലെ മണിമുത്തുകളാണ്.